ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്ത് ധനുഷ് കൃതി സനോൻ പ്രധാന വേഷത്തിലെത്തുന്ന ഹിന്ദി സിനിമയാണ് തേരെ ഇഷ്ക് മെയിൻ. ആ സിനിമയിലെ ഒരു പുതിയ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്, ഉസേ കഹിന. പാടിയിരിക്കുന്നത് നിതേഷ് ആൻഡ് ജോനിത ഗാന്ധിയാണ്. സോ എ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ ആ പാട്ടാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. വാ ടി സീരീസ് കളർ യെല്ലോ ധനുഷ്. कभी मुझे प्यार किया നിനക്ക് എന്നെ അത്ര ഇഷ്ടമില്ലേ? ഒരു एक सेकंड के लिए ഒരു സെക്കൻഡ് കണ്ടേ. कभी किया उसे कहना। लड़कियां ना हमेशा राजकुमारों के सपने देखती हैं। मोहब्बत में समझदारी की आदत होती है उन्हें। आज मैं कहीं ना कहीं And I didn't know how to explain him that. मेरी चोट भी ഡയറക്ടർ ഓഫ് രാഞ്ജന. ഗൈസ്, ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രണ്ടും സൈക്കോപാത്തുകളായിരിക്കും. ആൻഡ് കൃതി അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ സൈക്കോപാത്ത് റോളൊക്കെ അത് ചേരുന്ന പോലെ. ലവ് പാട്ടൊക്കെ വന്നാൽ പിന്നെ എ റഹ്മാൻ ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ ഓവർ റേറ്റഡ് ഒന്നും പറയാനൊന്നും ആർക്കും പറ്റൂല. എ റഹ്മാൻ പൊളിക്കും. ഇതുപോലെ മെലഡി സാധനങ്ങളൊക്കെ വന്നാൽ എ റഹ്മാൻ്റെ അത് സ്വന്തം തട്ടകമാണ്. അതൊന്നും ആശാനെ വിട്ട് ഒരിക്കലും പോകില്ല. ചെറിയൊരു ലിറിക്സ് അല്ലെങ്കിൽ ചെറിയൊരു വാക്ക് കൊണ്ടിന് ഒരു പാട്ടിന് അങ്ങനെ എ റഹ്മാൻ അത് പ്രത്യേക ഒരു കഴിവാണ്. പ്രത്യേകിച്ച് അറിയാം, മെലഡി മാജിക് ഒന്നും എ റഹ്മാനെ താണ്ട ആരും ഇല്ല. ഇത് പ്യുവർ ഔട്ട് ആൻഡ് ഔട്ട് ഫുൾ ലവ് ഫീലറായിരിക്കും പടം മുഴുവനായിട്ടും എന്തായാലും. കാരണം ഇതിൽ ഇപ്പൊ കാണിച്ചു തൊട്ട് ആദ്യ അപ്ഡേറ്റ് തൊട്ട് ഈ സോങ് വരെ ഫുൾ കണ്ണീരും കരച്ചിലുമാണ്. ഉറപ്പായിട്ടും മാറി മാറി സൈക്കും വിളയാട്ടലായിരിക്കും രണ്ടുപേരും തമ്മിൽ. ആൻഡ് ഔട്ട് നല്ലൊരു പെർഫോമൻസ് തന്നെ. പ്രത്യേകിച്ച് ധനുഷ് പിന്നെ ഈ ലവ് ഫീലറൊക്കെ വന്നാൽ പിന്നെ ധനുഷ് ബോൺ ആക്ടറാണ്, മരിച്ചഭിനയിക്കും. ആൻഡ് കൃതിയും ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ വല്ലാണ്ടങ്ങ് സൂപ്പറായിട്ട് അഭിനയിക്കുകയാണ്. ആ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു സൈക്കോ പോലെ നിൽക്കുകയാണ്. ഷി ആൾസോ ഡിസേർവ്ഡ് ഈക്വൽ അപ്രിസിയേഷൻ.
जब वो लड़की की शादी के जोड़े में देख लेते ना तो वो चले जाते। തലപ്പ വാരായിരിക്കും. उसे कहना ഫിലിം ബൈ ആനന്ദ് എൽ റോയ്. 28 നവംബറാണ് ഗൈസ് സിനിമ റിലീസ്. പാട്ട് സൂപ്പർ പാട്ട് ഗൈസ്. പ്രത്യേകിച്ച് ഒരുപാട് ലിറിക്സും കാര്യങ്ങളൊന്നുമില്ല. ഉസേ കഹിന അതുമായിട്ട് കുറച്ച് ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകും. റൊമാൻ ഞാൻ പറയല്ലേ, ലവ് പാട്ടൊക്കെ വരുമ്പോൾ ഇപ്പൊ ഇതിന്റെ ഫസ്റ്റ് ആ തേരെ ഇഷ്ക് മെയിൻ പാട്ട് അർജിത് സിംഗ് പാടിയപ്പോഴും സൂപ്പർ പാട്ടാണ്. റൊമാൻ അതിൽ ലവ് പാട്ടൊക്കെ വരുമ്പോൾ പിന്നെ റൊമാൻ പൂന്തി വിളയാടും. ആൻഡ് ഈ സോങ്ങും കൊള്ളാം അതുപോലെ തന്നെ. ആൻഡ് ഇത് നവംബർ 28 റിലീസ് ചെയ്യുന്നത്. ആനന്ദ് എൽ റായിയുമായിട്ട് ധനുഷ് മുമ്പും ഹിന്ദിയിൽ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. രാഞ്ജന, അത്രാങ്കിറെ, അതൊക്കെ ഇതേ സെറ്റപ്പാണ്, ലവ് ഫെയിലിയർ. ബട്ട് ഈ സിനിമ അതിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് വരുന്നത്. ഒരു സൈക്കോപാത്ത് എന്ന് ലാസ്റ്റ് എൻഡിൽ ധനുഷ് ഇവിടെ ചില മറക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊല്ലെന്ന് പറയുന്നതായിരിക്കും. എക്സ്ട്രീം സൈക്കോ ആണ്. എന്നെ രണ്ടുപേരും വെള്ളാടിയും കള്ളുകൂടിയും സിഗരറ്റ് വലിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ പറയും ഈ സിനിമ ലവ് ഫെയിലിയറിൻ്റെ ഒരു അറ്റം എന്താണെന്ന് കാണിച്ചു തരും. അതുള്ള പ്രഭാണ്. രണ്ടുപേരുടെ പെർഫോമൻസും സൂപ്പറായിരിക്കും. മരിച്ചഭിനയിക്കും. ക്ലൈമാക്സിൽ മിക്ക രണ്ടുപേരും മരിക്കുമെന്ന് വന്നാൽ അതോടെ ഏറാവുന്ന ഒരു മെലഡി എടുത്തിട്ടും എല്ലാവരും ഔട്ട്. ആൻഡ് പടം വരട്ടെ.